ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മൂവി തലപതി വിജയുടെ ബീസ്റ്റ് ആണ്. ഓവർ ആക്ഷൻ സീക്വൻസ്, മൂഞ്ചിയ ടെററിസ്റ്റ്, മിസ്കാസ്റ്റിംഗ്, അപരാധമായ നെൽസന്റെ ഡാർക്ക് ഹ്യൂമർ, ലോജിക്കൽ മിസ്റ്റേക്സ് എന്നിവയായിരുന്നു ഈ പടത്തിന്റെ മെയിൻ പോരായ്മകൾ. സ്റ്റോറി പ്ലോട്ട് വെച്ച് 2 മണിക്കൂറിൽ ഒതുക്കാമായിരുന്നിട്ടും അനാവശ്യ സീൻസ് കൊടുത്ത് പടം കൂടുതൽ അപരാധമാക്കി. ആക്ച്വലി കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് ഈ സിനിമ നെൽസൺ എടുത്തിരുന്നെങ്കിൽ ജയിലറിന് മുകളിൽ നിൽക്കേണ്ട സിനിമയായിരുന്നു ഇത്. എന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒറിജിനൽ മൂവിയാണ് നല്ലതെന്ന് തോന്നിയേക്കാം. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സിനിമയുടെ ഫ്ലോക്ക് അനുസരിച്ചും സ്റ്റോറി ലൈൻ അനുസരിച്ചുമാണ് എന്റെ സ്റ്റോറി ഉണ്ടായിരിക്കുക. ഈ കഥ റീക്രിയേറ്റ് ചെയ്യുക എന്നത് ഒരു നിസ്സാര ടാസ്ക് ആയിരുന്നില്ല. അതിന് കാരണം ഈ സിനിമയുടെ പ്ലോട്ട് അത്ര മോശമല്ലാത്തതുകൊണ്ടാണ്. എക്സിക്യൂഷനിൽ വന്ന പാളിച്ചയിൽ ബോറായി പോയ ഒരു മൂവിയാണിത്. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ ഹിന്ദി മൂവി കിൽ പോലെയൊക്കെ ഹൈ ആക്ഷൻ മൂവി ആയിട്ട് മാറ്റാമായിരുന്നു. കമന്റ്സിൽ ബീസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഡൊമിനിക് ആൻഡ് സോൾജിയേഴ്സ് എന്ന ഡിക്റ്റേറ്റീവ് ഏജൻസി ഹെഡ് ഡൊമിനിക്കിന്റെ അടുത്ത് ഒരു മാലമോഷണ കേസ് വരുന്നു. അവിടെ പ്രീതിയുമുണ്ട്. ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആണ് പ്രീതി. ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നിന്നാണ് മാല പോയിരിക്കുന്നത്. കുട്ടികളായതിനാൽ അതൊരു പോലീസ് കേസ് ആക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണ് അവർ ഈ ഡിക്റ്റേറ്റീവ് ഏജൻസിയിലേക്ക് വന്നത്. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ, എന്റെ അസിസ്റ്റന്റ് വീരയും പ്രീതിയും അങ്ങോട്ട് വന്ന് മാല കണ്ടുപിടിച്ച് തരുമെന്ന് ഡൊമിനിക് പറയുന്നു. നെൽസൺ ബീസ്റ്റ് ചെയ്ത പോലെ ഡാർക്ക് ഹ്യൂമറും ഒന്നും ഇല്ലാതെ പ്രോപ്പർ ഒരു സീരിയസ് മൂവി ആയിട്ടാണ് എന്റെ മനസ്സിലുള്ള ഈ സിനിമ. ഈ കേസ് അന്വേഷിക്കാനായിട്ട് വീരയും പ്രീതിയും കൂടെ ആ ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നു. അവിടെയാണ് വിജയുടെ ഇൻട്രോ കൊടുത്തിരിക്കുന്നത്. അവിടെ ചെന്ന് വെറും 3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മാല എടുത്ത കുട്ടിയെ വിജയ് കണ്ടുപിടിക്കുന്നു. പ്രീതി ആ കുട്ടിയെ ഒന്ന് ഉപദേശിച്ച കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ വിജയുടെ ക്യാരക്ടറിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അധികം സംസാരിക്കാത്ത ആളാണ് വീര. പുള്ളിയുടെ ഒബ്സർവേഷനും ഇന്റലിജൻസും എല്ലാം പൊളിയാണ്. പ്രീതിക്ക് വീരയോട് ഒരു അസൂയുണ്ട്. കാരണം ഈ ഏജൻസിയിൽ പണ്ട് പ്രീതിയായിരുന്നു മെയിൻ. വീര വന്നതിന് ശേഷമാണ് കേസുകൾ കൂടിയത്. പണ്ട് അവിഹിത കേസും പെറ്റ് മിസ്സിംഗ് കേസും ഒക്കെയാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതും വർഷത്തിൽ 2 or 3 കേസൊക്കെ. വീര വന്നതിന് ശേഷം ഏജൻസി അത്യാവശ്യം വളർന്നു. ഡൊമിനിക്കിനും വീരേനെ വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നതാണ് വീരയുടെ സ്കില്ല്. പക്ഷെ ഡൊമിനിക്ക് എല്ലാ ക്രെഡിറ്റും കൊണ്ടുപോകും. വീരയാണെങ്കിലും മറുത്തൊന്നും പറയാറില്ല. പക്ഷെ വീരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന സംശയം പ്രീതിക്ക് ഉണ്ടായിരുന്നു. അത് അവള് ഡൊമിനിക്കിനോട് പറഞ്ഞെങ്കിലും ക്യാഷിന് പിന്നാലെ പോകുന്ന അവന് അതൊന്നും വിഷയമായിരുന്നില്ല. വീര ഈ ഏജൻസിയിൽ വന്നിട്ട് ഇപ്പൊ 2ാമത്തെ കൊല്ലമാണ്. കുട്ടികളോട് ഒരു പ്രത്യേക ഇമോഷണൽ അറ്റാച്ച്മെന്റോ വീരയ്ക്കുള്ളതായിട്ട് പ്രീതി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. വീര ഒരു മുൻ പട്ടാളക്കാരനാണെന്നും അവർക്കറിയാം. മെന്റലി ഇൻസ്റ്റേബിൾ ആയതിനാലാണ് അവനെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അവനെ നോക്കിയിരുന്ന ഡോക്ടറുടെ ഫ്രണ്ട് ആയിരുന്നു ഡൊമിനിക്. അങ്ങനെയാണ് വീര ഡൊമിനിക്കിന്റെ ടീമിൽ എത്തിയത്. അത് മറ്റുള്ളവർ അറിയാതെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡൊമിനിക് വെച്ചിരുന്നു. പ്രീതിക്ക് പോലും ഇവൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണെന്ന് അറിയില്ലായിരുന്നു. അന്ന് വൈകിട്ടാണ് ഡൊമിനിക്കിന്റെ മകളുടെ 20ാമത്തെ ബർത്ത്ഡേ പാർട്ടി. അവിടെയാണ് അറബിക്കുത്ത് സോങ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അറബിക്കുത്ത് വിജയുടെയും പ്രീതിയുടെയും ഡ്യൂറ്റ് പോലെയല്ല, ആ ബർത്ത്ഡേ പാർട്ടിക്ക് ഇടയിൽ നടക്കുന്ന ഒരു സോങ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ പാർട്ടിക്ക് വീരയെ ചികിത്സിച്ച ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രീതിക്ക് ഡൊമിനിക് ആ ഡോക്ടറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ പാർട്ടിയിൽ വെച്ച് ഒരു കുഞ്ഞിനെ കരയിച്ച ആളെ വിജയ് തല്ലി അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ വിജയിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് കൂളാക്കുന്നു. എന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്നും ഇപ്പോഴും എന്റെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞിട്ട് വീര അവിടെ നിന്ന് പോകുന്നു. അവിടെ വെച്ച് പ്രീത വീരയെ പറ്റി ആ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ആ ഡോക്ടറും ഡൊമിനിക്കും വീരയുടെ പാസ്റ്റ് പറയുന്നു. അപ്പോൾ തീഹാർ ജയിലിലുള്ള പാകിസ്ഥാൻ തീവ്രവാദി ഉമർ ഫാറൂഖിനെ പിടിച്ച റോ ഏജന്റ് ആയിരുന്നു വീരരാഘവൻ എന്ന് ഡോക്ടർ പ്രീതിയോട് പറയുന്നു. പ്രീതി ഞെട്ടിയിരിക്കുകയാണ്. 20 പേരടങ്ങുന്ന ടീമിലെ 19 പേരെയും ഉമറിന്റെ ഗ്യാങ് കൊന്നു. വീര ഒറ്റയ്ക്കാണ് ആ ഗ്യാങ്ങിനെ തീർത്തതെന്നും ഉമറിനെ പിടിച്ചതെന്നും ഡോക്ടർ പറയുന്നു. പക്ഷെ അതിന് അവന് കൊടുക്കേണ്ടി വന്നത് അവന്റെ ഭാര്യയുടെയും മകന്റെയും ജീവനായിരുന്നു. അവന്റെ മുന്നിലിട്ടാണ് ഉമറിന്റെ ഗ്യാങ് അവരെ കൊന്നത്. അന്ന് മരിക്കോളം ചെന്ന വീരയുടെ 2ാം ജന്മമാണിതെന്നും അതിനുശേഷം ഈ പാസ്റ്റ് അവനൊരു ട്രോമ ആയിട്ടുണ്ടെന്നും ഡോക്ടർ പ്രീതിയോട് പറയുന്നു. 3 കൊല്ലം മുൻപാണ് ഈ ട്രോമ ആയിട്ട് എന്റെ അടുത്തേക്ക് വീരൻ എത്തിയെന്നും അതിനുശേഷമാണ് ഇവൻ നിങ്ങളുടെ കൂടെ കൂടിയെന്നും ഡോക്ടർ പ്രീതിയോട് പറഞ്ഞു വെക്കുന്നു. കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവൻ അപ്പോൾ തന്നെ അവന്റെ പാസ്റ്റ് ഓർമ്മ വരും. പിന്നെ പെട്ടെന്ന് വീര വയലന്റ് ആവുമെന്നും ഡോക്ടർ പറയുന്നു. ഉമർ ഫാറൂഖ് ആരാണെന്ന് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. പ്രീതി വീട്ടിൽ ചെന്ന് വീരയെയും ഉമർ ഫാറൂഖിനെയും എല്ലാം നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഉമർ ഫാറൂഖിന്റെ ഫോട്ടോ നെറ്റിൽ കാണിക്കുന്നു. വീരയെ പറ്റി നോക്കുമ്പോൾ ഉമറിനെ പിടിച്ച് 7ാം ദിവസമാണ് റോ ലൈഫ് വീര അവസാനിപ്പിച്ചതെന്ന് പ്രീതിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അതിനും 1 മാസത്തിന് ശേഷമാണ് വീരയുടെ ഭാര്യയും കുഞ്ഞും കാശ്മീരിൽ വെച്ച് മരിക്കുന്നത്. ഈ പത്ര കട്ടിങ്ങും ന്യൂസ് റിപ്പോർട്ടും എല്ലാം നെറ്റിൽ നിന്ന് പ്രീതി കളക്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ പ്രീതി വീരയോട് ചോദിക്കുന്നു. ഹയർ ഒഫീഷ്യൽസ് അന്നത്തെ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദം തന്നില്ലായിരുന്നു. എന്നിട്ടും ഞാൻ അതനുസരിക്കാതെ എന്റെ ടീമായിട്ട് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തു. അന്ന് എന്റെ ടീമിലെ ഞാൻ ഒഴിച്ച് ബാക്കി 19 പേരും മരിച്ചു. ഉമറിനെ പിടിച്ചെങ്കിലും ടീമിന്റെ മരണത്തിന് കാരണം ഞാനായതിനാൽ എന്നെ റോയിൽ നിന്ന് പുറത്താക്കിയതെന്ന്
വീര പറയുന്നു. അതിനുശേഷമാണ് കാശ്മീരിൽ വെച്ച് ഭാര്യയും കുട്ടിയും മരിച്ചതെന്നും പിന്നീട് ഡോക്ടറാണ് എപ്പോഴും എൻഗേജ് ആയിട്ട് ഇരിക്കാൻ അഡ്വൈസ് ചെയ്തതും അങ്ങനെയാണ് ഞാൻ ചെന്നൈയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയെന്നും വീര പ്രീതിയോട് പറയുന്നു. വീര ഈ കാര്യങ്ങളെല്ലാം പ്രീതിയോട് പറയുമ്പോൾ ആ ഫ്ലാഷ് ബാക്ക് ജംപ് കട്ട് സീൻസ് ആയിട്ട് പാരലലി കാണിച്ചു പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു വീടിന്റെ മുകളിലെ ഹാളാണ്. അവിടെ കുറച്ച് തോക്കുകളും ഗ്രനേഡുകളും ഇരിപ്പുണ്ട്. അവിടെ ഒരു 20 പേരുണ്ട്. അവരൊരു മീറ്റിംഗ് പോലെ നിലനിൽക്കുകയാണ്. ഇവരാണ് സിനിമയിലെ വില്ലന്മാരായ ടെററിസ്റ്റ് ഗ്രൂപ്പ്. ഷൈൻ ടോം ചാക്കോനെ നോക്കിയാണ് അവർ നിലനിൽക്കുന്നത്. ഷൈനാണ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. പക്ഷെ ആ നിരന്ന് നിൽക്കുന്ന കൂട്ടത്തിലെ ഒരാളുടെ മുഖം മാത്രം നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ആ ടെററിസ്റ്റ് ഗ്രൂപ്പിന് ഷൈൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഒരാളുടെ ഡെവിലിഷ് ചിരിയും ക്രൂരതയുള്ള കണ്ണുകളുമാണ് നമ്മൾ കാണിക്കുന്നത്. അവർ സാന്താക്ലോസ് ഡ്രസ്സുകളും മാസ്കുകളും എല്ലാം ബാഗിലാക്കുന്നതെല്ലാം നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഷൈന് തന്റെ സാറ്റലൈറ്റ് ഫോണിൽ ഒരു കോൾ വരുന്നു. തമിഴ്നാട്ടിലെ മന്ത്രിയാണ് വിളിക്കുന്നത്. ബീസ്റ്റിലെ പോലെ അയാൾ ഒരു കോമഡി പീസ് അല്ല. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ് 100 കോടി രൂപയും അടുത്ത ഇലക്ഷനിൽ CM പദവിയുമാണ് ഈ മന്ത്രിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. കട്ടും അഴിമതി കാണിച്ചും ജനങ്ങളെ ദ്രോഹിച്ച ഈ മന്ത്രിയുടെ പാർട്ടിക്ക് ഇനി ഒരിക്കലും ഇലക്ഷനിൽ ജയിക്കാനായില്ലെന്ന് മന്ത്രിക്ക് അറിയാം. ആ സമയത്താണ് ടെററിസ്റ്റിന്റെ ഈ ഓഫർ വരുന്നത്. ടെററിസ്റ്റിന് പ്രതിഫലമായിട്ട് തീഹാറിലുള്ള അവരുടെ നേതാവ് ഉമ്മർ ഫാറൂഖിനെ പുറത്തുവിടണം. ഹോസ്റ്റേജസിനെ കൊല്ലരുതെന്നത് മാത്രമാണ് മന്ത്രിയുടെ ആകെയുള്ള ഡിമാൻഡ്. ചെന്നൈയിലെ ഈസ്റ്റ് കോസ്റ്റ് മാളാണ് അവർ അറ്റാക്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും തിരക്ക് കുറഞ്ഞ ചെന്നൈയിലെ മാളായതിനാലാണ് അവർ ഈ മാൾ തന്നെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം ചെന്നൈയിലെ CSKയുടെ IPL മാച്ച് ഉള്ളതുകൊണ്ട് മാളിൽ ആളും താരതമ്യേന കുറവായിരിക്കും. അതീവ സുരക്ഷയുള്ള ഈ മാളിന്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുവന്ന സാമഗ്രികളിലാണ് ടെററിസ്റ്റ് പാർട്സ് ആയിട്ട് തങ്ങളുടെ ആയുധങ്ങൾ കയറ്റിയത്. 3 മാസം മുന്നേ തന്നെ സംഘത്തിലെ 15ഓളം പേര് മാളിൽ ജോലിക്കായിട്ട് കയറിയിരുന്നു. സോ ഈ സാധനങ്ങൾ മാളിനകത്ത് ഒളിപ്പിക്കാനായിട്ട് എളുപ്പമായിരുന്നു. ഒരു ലോങ് പ്രോസസ് ആയിട്ടാണ് ഇവർ ഈ പ്ലാൻ നടത്തുന്നത്. മന്ത്രി വേറെ ഇർഷാദ് എന്ന് ചോദിക്കുമ്പോൾ ഷൈൻ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അടുത്തേക്ക് വിളിച്ച് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആ ഫോൺ അയാൾക്ക് കൈമാറുന്നു. ഇയാളാണ് ഇർഷാദ് ഒമർ, ജയിലിലുള്ള ഒമർ ഫാറൂഖിന്റെ അനിയൻ. ഇർഷാദിന്റെയാണ് മാസ്റ്റർ പ്ലാൻ. ഇർഷാദാണ് മെയിൻ ലീഡർ എന്ന് ഷൈൻ ടോമിനും മന്ത്രിക്കും ഒഴിച്ച് ബാക്കി ആർക്കും അറിയില്ല. നേരത്തെ ആ സംഘത്തിലെ നോർമൽ ടെററിസ്റ്റ് ആയിട്ട് ഫേസ് റിവീൽ ചെയ്യാത്തിരുന്ന ആ ആളാണ് ഇർഷാദ്. ഇപ്പോഴാണ് നമ്മൾ അവന്റെ ഫേസ് റിവീൽ ചെയ്യുന്നത്. അവനൊരു സാധാരണ അനുയായിയെ പോലെ തന്നെയാണ് സംഘത്തിൽ തൽക്കാലം ഉള്ളത്. ബാക്കിയുള്ളവരുടെ വിചാരം ഷൈനാണ് ലീഡർ എന്നാണ്. അങ്ങനെ നാളെയാണ് ആ ദിവസമെന്നും CM ആകാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇർഷാദ് ആ കോള് കട്ടാക്കുന്നു. പിറ്റേന്ന് ഡൊമിനിക് പ്രീതിയോടും വീരയോടും പുതിയ കേസ് കിട്ടിയിട്ടുണ്ട്, ഓഫീസിലേക്ക് വരാൻ പറയുന്നു. ഈസ്റ്റ് കോസ്റ്റ് മാളിലെ മാനേജറുടെ വീട്ടിൽ മോഷണം നടന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. നഷ്ടപ്പെട്ടത് ബ്ലാക്ക് മണി ആയതിനാൽ അവർക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ആ കള്ളനെ പിടിക്കണമെന്ന് ഡൊമിനിക് പറയുന്നു. കേസിന്റെ ഡീറ്റെയിൽസ് വാങ്ങാനായിട്ട് അവർ 3 പേരും കൂടെ ഈസ്റ്റ് കോസ്റ്റ് മാളിലേക്ക് പോകുന്നു. ഇതേ സമയം മാളില് ടെററിസ്റ്റ് ഓരോ ഫ്ലോറിലും എത്തിയിട്ടുണ്ട്. കുറച്ചുപേര് പണിക്കാരായും കുറച്ചുപേര് സാന്താക്ലോസിന്റെ രൂപത്തിലുമെല്ലാം മാളിലുണ്ട്. ഇർഷാദ് നോർമലി മാൾ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരാളെ പോലെ മാളിലൂടെ നടക്കുന്നുണ്ട്. വേറെ കുറച്ചുപേര് ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ഗൺ പാർട്സ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നതും എൻട്രികളിലും CCTV യൂണിറ്റിലും ഇലക്ട്രിക്കൽ റൂമിലും എല്ലാം അവിടുത്തെ ജോലിക്കാരെ ബോധം കെടുത്തിട്ടിരിക്കുന്നതും പാരലായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ മാളിലെ പാർക്കിംഗിൽ വീരയും ടീമും എത്തുന്നു. ബീസ്റ്റ് മൂവിയിലെ പോലെ തന്നെ മാളിലെ അവസ്ഥ ഒബ്സർവ് ചെയ്ത വീരയ്ക്ക് മാൾ ആരോ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ വീര കൺട്രോൾ റൂമിൽ വിളിച്ച് ഈ സംശയം പറയുമ്പോഴേക്കും സിഗ്നൽസ് ജാമായി കോള് കട്ടായി പോകുന്നു. ഉടൻ തന്നെ വെടിവെപ്പും മറ്റുമായിട്ട് ടെററിസ്റ്റ് മാൾ ഹൈജാക്ക് ചെയ്യുന്നു. ഇർഷാദ് നോർമൽ ഹോസ്റ്റേജിനെ പോലെ ആൾക്കൂട്ടത്തിൽ ടെററിസ്റ്റിനെ പേടിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ടോയ്ലറ്റിൽ പോയ വിജയെ മാത്രം ടെററിസ്റ്റ് കണ്ടില്ല. പ്രീതിയെയും ഡൊമിനിക്കിനെയും എല്ലാം ടെററിസ്റ്റ് ഹോസ്റ്റേജസ് ആക്കിയിരിക്കുന്നു. വീര ടെററിസ്റ്റ് കാണാതെ ഒളിച്ചിരിക്കുകയാണ്. 4 ഫ്ലോർ ആയിട്ടാണ് ഈ മാൾ ഉള്ളത്. ഇവിടെ ഓരോ ഫ്ലോറിലും ടെററിസ്റ്റ് ആളുകളെ ഹോസ്റ്റേജസ് ആക്കി വെച്ചിട്ടുണ്ട്. രക്ഷപ്പെടാൻ നോക്കുന്നവരെയും സഹകരിക്കാത്തവരെല്ലാം മറ്റുള്ളവരുടെ മുന്നിലിട്ട് ടെററിസ്റ്റ് തല്ലുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ അവർ കെട്ടിയിടുന്നു. അങ്ങനെ വലിയ ഭീകരാന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആരും കാണാതെ ഒളിച്ചിരുന്ന് വിജയ് ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. ഇതേ സമയം ഇർഷാദ് ബന്ദിയായിട്ടിരുന്ന് ടെററിസ്റ്റ് സംഘത്തിന്റെ പ്ലാൻസ് വർക്ക് ആയത് കണ്ട് സന്തോഷിക്കുന്നു. മാളിലെ എല്ലാ എൻട്രികളിലും ടെററിസ്റ്റ് ബോംബ് ആക്ടിവേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നേതാവായ ഷൈൻ ടോം ചാക്കോ മാളിൽ അടച്ചിട്ട റൂമിൽ കയറി മാൾ ഹൈജാക്ക് ചെയ്ത കാര്യം പോലീസ് കൺട്രോളിൽ അറിയിക്കുന്നു. അങ്ങനെ മുൻ റോ ഓഫീസറും സ്പെഷ്യൽ ഓഫീസറുമായ അൽതാഫ് ഈ ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നു. ടെററിസ്റ്റിന്റെ ആവശ്യം ഉമ്മർ ഫാറൂഖിനെ റിലീസ് ചെയ്യുക എന്നാണെന്നും ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഓരോ ഹോസ്റ്റേജസ് വെച്ച് മരിച്ചു വീഴുമെന്നും പറഞ്ഞ് അൽതാഫിനെ ഷൈൻ ടോം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ മാളിൽ തമിഴ്നാട് CMന്റെ മകളും ഭാര്യയും അകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് 2 ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അവരെയും ടെററിസ്റ്റ് ഹോസ്റ്റേജസ് ആക്കി. പക്ഷെ CMന്റെ ഭാര്യയുടെയും മകളുടെയും ബോഡി ഗാർഡ്സ് ആയിരുന്നു ഇവരെന്ന് ടെററിസ്റ്റിന് മനസ്സിലായിട്ടില്ല. കാര്യങ്ങൾ അറിഞ്ഞ വില്ലൻ മന്ത്രി അൽതാഫിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് അൽതാഫ് CMന്റെ മകളും ഭാര്യയും അകപ്പെട്ടിട്ടുണ്ടെന്ന് അയാളോട് പറയുന്നത്. ഇത് യാദർശികമായി സംഭവിച്ചാണ്. സോ അത് മുതലെടുക്കാൻ മന്ത്രി തീരുമാനിക്കുന്നു. മന്ത്രി ഇത് CM ആയിട്ട് സംസാരിക്കുന്നു. അവരുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് CM എഗ്രി ചെയ്യുന്നു. അതിന് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചർച്ച ചെയ്യാമെന്ന് CM പറയുന്നു. ഇതേ സമയം മാളിൽ ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് ടെററിസ്റ്റ് ഉണ്ട്. അങ്ങനെ ആദ്യ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഹോസ്റ്റേഴ്സിനെ ഇവർ കൊല്ലുന്നു. ഇത് ഷൈൻ അൽതാഫിനെ വിളിച്ച് പറയുന്നു. ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞിട്ട് അൽതാഫ് ഷൈനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓഫീസർ വന്ന് അൽതാഫിനോട് നമ്മൾ ഈ മാൾ ഹൈജാക്ക് ചെയ്ത വിവരം അറിയുന്നതിന് മുന്നേ തന്നെ ആ മാളിൽ നിന്ന് ഒരു കോൾ നമുക്ക് വന്നിരുന്നു. വീരരാഘവൻ എന്ന ആളാണ് വിളിച്ചതെന്നും പറയുന്നു. അൽതാഫ് ആ കോൾ ഡീറ്റെയിൽസും നമ്പറും എല്ലാം പരിശോധിക്കുന്നു. അൽതാഫ് മന്ത്രിയോട് ആ കഴുത പുലികൾ സിംഗത്തിന്റെ അടുത്ത് പെട്ടുപോയെന്ന് അൽതാഫ് പറയുന്നു. ഇതേ സമയം ബീസ്റ്റിലെ പോലെ ടെററിസ്റ്റ് ഒരു കുട്ടിയെ ആക്രമിക്കുമ്പോൾ വീര അവരെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു.
ഇനിയുള്ള സീൻസ് പാരലൽ ആയിട്ടാണ് നടക്കുന്നത്. അൽത്താഫിനോട് മന്ത്രി അപ്പോൾ CM ഉമ്മറിനെ വിടാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ PM ആയിട്ട് സംസാരിച്ചിട്ട് തീരുമാനമാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അൽത്താഫ് PMന് ഒരിക്കലും ഉമ്മറിനെ പുറത്ത് വിടാൻ പറ്റില്ലെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് മന്ത്രി ചോദിക്കുമ്പോൾ തീഹാറിലുള്ളത് ഒറിജിനൽ ഉമ്മർ അല്ല, പണ്ട് ഉമ്മറിനെ കാശ്മീരിൽ വെച്ച് പിടിച്ച അന്ന് തന്നെ അവനെ കൊന്നിരുന്നു. അവനെ കൊന്ന ആ ഓഫീസറാണ് വീരരാഘവൻ. അവൻ ആ മാളിലുണ്ടെന്ന് അൽത്താഫ് പറയുന്നു. മന്ത്രി ഇത് എന്ത് പ്രാന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉമ്മർ മരിച്ചത് ഇതുവരെ നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. കാരണം ഉമ്മറിനെ ഇന്ത്യ കൊന്നു എന്നറിഞ്ഞാൽ പാകിസ്ഥാൻ ഉറപ്പായിട്ട് ഇന്ത്യനെ അറ്റാക്ക് ചെയ്യും. അതില്ലാതിരിക്കാനാണ് മറ്റൊരു കുറ്റവാളിയെ ഉമ്മർ എന്ന വ്യാജേന തീഹാറിൽ ഇട്ടിട്ടുള്ളത്. സോ 3 കൊല്ലം മുന്നേ വീര കൊന്ന ഈ ഉമ്മറിനെ എങ്ങനെയാണ് സാർ നമ്മൾ ഇന്ന് പുറത്തു വിടുന്നതെന്ന് അൽത്താഫ് ചോദിക്കുന്നു. മന്ത്രി ഇതെല്ലാം കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. ഞാൻ റോയിലെ ഏജന്റ് ആയതിനാലാണ് എനിക്കിതറിയുന്നത്. റോയിലെ മേജർ ഓഫീസേഴ്സിനും ഒരേ ഒരു പോലീസുകാരനും മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതെന്ന് അൽത്താഫ് പറയുന്നു. ആരാണ് ആ പോലീസുകാരൻ എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ തീഹാർ ജയിലർ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്നു. ഈ ഉമ്മറിനെ കൊന്ന വീരരാഘവനെ ഞങ്ങളെല്ലാവരും റോയിലൊരു പേര് വിളിക്കും, ബീസ്റ്റ്. ഇനി എന്താ നടക്കുന്നതെന്ന് കണ്ടോ എന്ന് മന്ത്രിയോട് പറയുന്നു. മന്ത്രി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് സിനിമയിലേതുപോലെ വീര നടന്നു വന്ന് കോടാലിയുമായി ആ കുട്ടിയെ ഉപദ്രവിച്ച ടെററിസ്റ്റിനെ കൊല്ലുന്നത്. ഇവിടെ നമ്മൾ ഇന്റർവ്യൂല് കൊടുക്കുന്നു, ബീസ്റ്റ് ഈസ് റെഡി ടു ഹണ്ട് എന്ന് ഇത് കാണിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ പ്ലാൻ എല്ലാം പൊളിഞ്ഞെന്ന് വില്ലൻ മന്ത്രിക്ക് മനസ്സിലാവുന്നു. എത്രയും പെട്ടെന്ന് ഇത് ഇർഷാദിനെ അറിയിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും താനടക്കം എല്ലാവരും കുടുങ്ങുമെന്നും മന്ത്രിക്ക് മനസ്സിലാവുന്നു. ഇതേ സമയം ടെററിസ്റ്റിനെ കൊന്ന വീരയ്ക്ക് ആ ടെററിസ്റ്റിന്റെ ഹാൻഡ് ഗൺ കിട്ടുന്നു. വീര ഉള്ളത് ഏറ്റവും മുകളിലെ നിലയിലാണ്. അവിടെയുള്ള ഹോസ്റ്റേഴ്സിന്റെ മുന്നിലിട്ട് വീര 2 ടെററിസ്റ്റിനെ കൂടി കൊല്ലുന്നു. എത്ര ടെററിസ്റ്റ് ഉണ്ടെന്നോ എത്ര മാത്രം ആയുധങ്ങൾ അവർക്കുണ്ടെന്നോ ഒന്നും വീരയ്ക്ക് അറിയില്ല. സോ ഒറ്റയ്ക്ക് ഇത് ഏറ്റെടുക്കുന്നത് റിസ്ക് ആണെന്ന് വീരയ്ക്ക് മനസ്സിലാവുന്നു. ആ ഫ്ലോറിലാണ് പ്രീതിയും ഡൊമിനിക്കും ഉള്ളത്. അവരും വീരയ്ക്കൊപ്പം കൂടി കൊന്ന ടെററിസ്റ്റിന്റെ ബോഡി അവിടുന്ന് മാറ്റുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന CMന്റെ ബോഡി ഗാർഡ്സ് അവരുടെ കൂടെ കൂടുന്നു. അങ്ങനെ 4th ഫ്ലോറിലെ ഹോസ്റ്റേഴ്സിനെ അവിടുന്ന് അവർ മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിക്കുന്നു. പ്രീതിയെയും ഡൊമിനിക്കിനെയും അവിടെ കാവൽ നിർത്തി അവർ കൊന്ന ടെററിസ്റ്റിന്റെ ഗൺ കൊടുത്ത് ആര് വന്നാലും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീര അവിടുന്ന് പോകുന്നു. അങ്ങനെ CMന്റെ ബോഡി ഗാർഡ്സും വീരയും 3rd ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെയാണ് ഇർഷാദ് ഹോസ്റ്റേജ് ആയിട്ട് ഇരിക്കുന്നത്. വീരയെ കണ്ടതും ഇർഷാദിന്റെ കിളി പോകുന്നു. അവന് ലോട്ടറി അടിച്ച പോലെയായി. കാരണം തന്റെ പ്ലാനിൽ ഇല്ലാത്ത താൻ കൊല്ലാൻ കാത്തിരുന്ന വീര തന്റെ മുന്നിൽ. സോ അവനെ തീർക്കാനായിട്ട് തന്റെ ടീമിനോട് പറയണം. വീരയ്ക്ക് പക്ഷേ ഹോസ്റ്റേജ് ആയിട്ട് ഇരിക്കുന്ന ഇർഷാദിനെ കണ്ടിട്ട് മനസ്സിലായില്ല. വീരയും CM ബോഡി ഗാർഡ്സും ആ ഫ്ലോറിലുള്ള ടെററിസ്റ്റിനെ കൂടി കൊന്നുകൊണ്ട് ഹോസ്റ്റേഴ്സിനോട് 4th ഫ്ലോറിലേക്ക് പോയിക്കോ, അവിടെ നമ്മുടെ ആളുകളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇർഷാദ് ആരും കാണാതെ നേരെ 2nd ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ ഷൈനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അവർ 3 പേര് കൂടി 4th ഫ്ലോറിലെയും 3rd ഫ്ലോറിലെയും ആളുകളെ കൊന്നെന്നും വേഗം എല്ലാവരും അറിയിച്ച് അവരെ പിടിക്കാനും പറയുന്നു. മാത്രമല്ല വീരയെ കൊല്ലരുത്, ചേട്ടൻ ഇറങ്ങുമ്പോൾ ചേട്ടനുള്ള ഗിഫ്റ്റ് ആയിട്ട് വീരയെ കൊടുക്കാമെന്നും ഇർഷാദ് പറയുന്നു. ഇതിനിടയിൽ അൽത്താഫിനോട് പറഞ്ഞ് വില്ലൻ മന്ത്രി പത്രസമ്മേളനം വിളിച്ച് മാളിനകത്തേക്ക് പോകുന്നു. കാരണം ഒമ്മർ മരിച്ചെന്നും അവരോട് രക്ഷപ്പെടാനും പറയണം. അങ്ങനെ അൽത്താഫ് ഷൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മന്ത്രി മാളിനകത്തേക്ക് പോകുന്നു. ഇർഷാദ് ഓൾറെഡി ഷൈൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോഴേക്കും വീരയും ടീമും 2nd ഫ്ലോറിൽ എത്തിയിരുന്നു. പക്ഷെ ഇർഷാദിന്റെ പദ്ധതി പ്രകാരം 2 കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞ് വീരയും ടീമിനെയും സറണ്ടർ ആക്കുന്നു. അവർ സറണ്ടർ ആകുമ്പോൾ CMന്റെ ബോഡി ഗാർഡ്സിനെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. വീരയെ കെട്ടിയിടുന്നു. ഈ സമയം അകത്ത് വന്ന വില്ലൻ മന്ത്രി കാര്യങ്ങളെല്ലാം ഷൈനോടും ഇർഷാദിനോടും പറയുന്നു. ഹോസ്റ്റേജസിൽ CMന്റെ ഭാര്യയും മകളും ഉണ്ട്. അവരെയും എന്നെയും വെച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുന്നു. വീര തന്റെ കയ്യിൽ കരുതിയ കത്തി വെച്ച് രക്ഷപ്പെട്ട് ഒരു കിടിലൻ ഫൈറ്റിലൂടെ ആ ഫ്ലോറിലെ ടെററിസ്റ്റുകളെ ഒറ്റയ്ക്ക് തീർക്കുന്നു. പിന്നീട് അവിടെ വീരയുടെ ഒറ്റയാൾ പോരാട്ടമാണ് നടക്കുന്നത്. തങ്ങൾ പെട്ടു എന്ന് ടെററിസ്റ്റുകൾക്ക് മനസ്സിലായി. വീരയുടെ അറ്റാക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും മനസ്സിലാക്കാനായിട്ട് ടെററിസ്റ്റിന് കഴിഞ്ഞില്ല. വീരയുടെ ഒപ്പം ധൈര്യമുള്ള മറ്റു ചില പുരുഷന്മാരും ചേർന്നു. ഇതിനിടയിൽ ഇർഷാദിനോട് അവിടുന്ന് രക്ഷപ്പെടാൻ ഷൈൻ പറയുന്നു. കാരണം ഒമർ മരിച്ച വിവരം നമ്മളുടെ പുറത്തുള്ള ആളുകൾ അറിയണമെന്നും നമ്മളുടെ പ്ലാൻ B നടത്താനായിട്ട് നീ പുറത്തുണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇർഷാദിനോട് രക്ഷപ്പെടാനായിട്ട് ഷൈൻ പറയുന്നു. ഇർഷാദ് വേഗം 4th ഫ്ലോറിലേക്ക് പോയി ഹോസ്റ്റേജ് ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ വീര 1st ഫ്ലോറിലെ ടെററിസ്റ്റിനെയും തീർത്ത് ഷൈന്റെ മുറിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് മന്ത്രി ആദ്യം നിഷ്കളങ്കനായിട്ട് കളിച്ചെങ്കിലും തക്കം കിട്ടിയപ്പോൾ മന്ത്രി വീരയെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മന്ത്രിയെയും ഷൈനെയും വിജയ് തീർത്ത് എല്ലാ ഹോസ്റ്റേഴ്സിനെയും 4th ഫ്ലോറിൽ എത്തിച്ച് പോലീസിനോട് മെയിൻ എൻട്രൻസ് തകർക്കാൻ പറയുന്നു. അങ്ങനെ പോലീസും ആർമിയും അകത്ത് വന്ന് ഹോസ്റ്റേഴ്സിനെ പുറത്തിറക്കുന്നു. ഇതിനിടയിൽ ആരും കാണാതെ ഹോസ്റ്റേഴ്സിന്റെ ഇടയിലൂടെ ഇർഷാദും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് കിൽ മൂവി പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ചോരക്കണമാണ് അമൾ. പിന്നെ വീര ഓരോരുത്തരെയും പ്രോപ്പർ ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. വീരയ്ക്കും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അയാൾ ഇട്ട വസ്ത്രം മുഴുവൻ ചോരയിൽ മുങ്ങിയിട്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇലക്ഷൻ കഴിഞ്ഞു. മന്ത്രി ഒറ്റുകാരനായിരുന്നെന്ന് പുറലോകം അറിഞ്ഞിട്ടില്ലായിരുന്നു. മന്ത്രിയെ ടെററിസ്റ്റ് കൊന്നു എന്നാണ് ലോകം അറിഞ്ഞത്. മന്ത്രി വീരമൃത്യു വരിച്ചതുകൊണ്ട് അവരുടെ പാർട്ടി വീണ്ടും വിജയിച്ചു. ഒമർ ജയിലിനുള്ളിൽ വെച്ച് സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞ് ഒമർ മരിച്ചത് റോ ടീം എല്ലാവരെയും അറിയിച്ചു. അവന്റെ ബോഡി പാകിസ്ഥാന് വിട്ടുകൊടുക്കാതെ അവനെ ഇന്ത്യയിൽ തന്നെ സംസ്കരിച്ചു. ഈസ്റ്റ് കോസ്റ്റ് മാള് വീണ്ടും പഴയ സ്ഥിതിയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അൽത്താഫ് വീരയുടെ വീട്ടിലേക്ക് വരുന്നു.
അയാൾ വീരയോട്, നമുക്ക് ടോട്ടൽ 19 ടെററിസ്റ്റിന്റെ ഡെഡ് ബോഡിയാണ് മാളിൽ നിന്ന് കിട്ടിയത്. റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ ഒമറിന്റെ അനിയൻ ഇർഷാദ് അറ്റാക്ക് നടന്ന ദിവസങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. അറ്റാക്ക് നടന്ന അന്ന് അവൻ മാളിലുണ്ടായിരുന്നെന്ന് ഹൈജാക്കിന് മുന്നുള്ള CCTV വിഷ്വൽസിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജോലിയാണ്. സാധാരണ ഒരു ഡിറ്റക്റ്റീവ് ആണ് ഞാനിപ്പോൾ. സോ ഞാൻ ഇതിലൊന്നും കെയർ ചെയ്യുന്നില്ലെന്ന് വീര തിരിച്ചു മറുപടി പറയുന്നു. അൽത്താഫ് അതിന് റിപ്ലൈ ആയിട്ട്, മാളിൽ വെച്ച് മരിച്ച 19 പേരിൽ 6 പേരാണ് നിന്നെയും നിന്റെ കുടുംബത്തിനെയും കാശ്മീരിൽ വെച്ച് ആക്രമിച്ചത്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഇർഷാദായിരുന്നു. ഇപ്പോഴും ഇർഷാദിനെ തീർക്കാനായിട്ട് നിനക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതിനു മറുപടിയായിട്ട് വീര ഒന്ന് പൊട്ടിച്ചിരിക്കുന്നു. ചത്തവനെ ഞാൻ എന്തിനാ ഇനിയും കൊല്ലുന്നേ എന്ന് ചോദിച്ച് വീര വീണ്ടും ചിരിക്കുന്നു. ഇത് കേട്ട് അൽത്താഫ് ഞെട്ടി. ഒമർ സൂയിസൈഡ് ചെയ്തു എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ ഒരു ബോഡി വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ടൈഗർ മുത്തുവേലില് ഞാൻ കൊടുത്ത ബോഡി ഇർഷാദിന്റെ ആണെന്ന് പറഞ്ഞിട്ട് വീര വീണ്ടും ചിരിക്കുന്നു. ആ സമയം വീരയുടെ ക്ലോസപ്പ് കാണിക്കുമ്പോൾ നമ്മൾ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഇർഷാദ് മാളിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പോകുമ്പോൾ പ്രീതിനോടും ഡൊമിനിക്കിനോടും അവനെ ഫോളോ ചെയ്യാനായിട്ട് വീര പറയുന്നു. അങ്ങനെ അവര് ഇർഷാദിനെ ഫോളോ ചെയ്ത് ഇർഷാദിന്റെ താവളം കണ്ടെത്തുന്നു. വീരയ്ക്ക് മാളിൽ വെച്ച് ഇർഷാദിനെ മനസ്സിലായിരുന്നു. അവന്റെ ആയുധ ശേഖരവും പ്ലാൻ ബിയും അറിയാനായിട്ടാണ് ഇർഷാദിനെ പുറത്തോട്ട് വിട്ടത്. അങ്ങനെ ഇർഷാദിന്റെ താവളത്തിലെത്തിയ വീര ഇർഷാദിനെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുന്നു. വീര ഫോണിൽ, ഹലോ മാത്യു, ഒരു വേലയർക്ക് ഒരു ബോഡി ടൈഗറിന്റെ അടുത്ത് എത്തിക്കണമെന്ന് വീര പറയുന്നു. വീരയ്ക്കുള്ള മറുപടിയായി എന്നെ സാർ, സിമ്പിൾ മാറ്റർ എന്നുള്ള ഒരു മറുപടി മാത്രമേ മാത്യുവിന്റെ അടുത്ത് നിന്നുണ്ടായിരുന്നുള്ളൂ. ആ കോള് കട്ട് ചെയ്തതിന് ശേഷം ഇർഷാദിന്റെ താവളം കത്തിച്ച് വീര അത് കത്തുന്നത് നോക്കി നിൽക്കുന്നു. ഫ്ലാഷ് ബാക്ക് എൻഡായിട്ട് വീണ്ടും നമ്മൾ കറന്റ് സിനാരിയോയിലേക്ക് വരുന്നു. ഇത് കേട്ട് അമ്പരന്നിരിക്കുന്ന അൽത്താഫ് വീരയോട്, അപ്പൊ എന്നാ സാർ അന്ത പ്ലാൻ ബി എന്ന് ചോദിക്കുമ്പോൾ വീര ചിരിച്ചുകൊണ്ട് അത് നീങ്ക ടൈഗർ കിട്ടേ കേള് എന്ന് പറഞ്ഞുകൊണ്ട് കിടു BGM ഇട്ട് പടം അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ റീക്രിയേഷൻ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അടുത്തതായിട്ട് ഏത് മൂവി റീക്രിയേറ്റ് ചെയ്യണമെന്നും കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.